കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന പാവം സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ അവർ മരിച്ചതല്ല, ബിന്ദുവിനെ കൊന്നതാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ സഹകരണ മന്ത്രി വാസവനും കൂടി കൊന്നതാണ് ഈ പാവം സ്ത്രീയെ. സത്യത്തിൽ ഈ രണ്ട് മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ഉടനെ ഓടിയെത്തിയ മന്ത്രിമാർ അത് പഴയ ബിൽഡിംഗ് ആണ്, ആൾതാമസമില്ലാത്ത ബിൽഡിംഗ് ആണ്, അവിടെ വേസ്റ്റ് ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഇത് ഇൻസ്റ്റന്റ് ഡെത്താണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കെട്ടിടം വീണ ഉടനെ മരിച്ചിരിക്കുന്നു എന്ന് വാസവൻ ന്യായീകരിക്കുന്നു. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രതിഷേധത്തിന് മുമ്പിൽ വാസവൻ പിന്നീട് പറഞ്ഞ ന്യായം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രി വീണ കുലുക്കി ആശുപത്രി കെട്ടിടം പൊളിച്ചതല്ലല്ലോ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പാവം സ്ത്രീയെ കൊലക്ക് കൊടുത്ത ഈ മന്ത്രിമാർ രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല ഇവർ നമ്പർ 1 എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി. അതിന് കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഈ കേരളത്തിൽ ഒരു സാമ്പത്തിക വിഷമവും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയുണ്ട്, മുഹമ്മദ് റിയാസ്, നമ്മുടെ മരുമോന്റെ വകുപ്പിന് ഒരു ക്ഷാമവുമില്ല. കാരണം മരുമോനും മരുമോന്റെ കുടുംബത്തിലേക്കും മാസപ്പടി കൊടുത്തയക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കരാർ കമ്പനിയാണ്. അതുകൊണ്ട് ആ വകുപ്പിന് യാതൊരു ക്ഷാമവുമില്ല. നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് എന്താണ്? പാക് ചാരപ്രവൃത്തി നടത്തുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ദേശദ്രോഹിയെ ഈ കേരളത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് യാത്രാ ചെലവ് കൊടുത്ത്, ശമ്പളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് താമസിപ്പിച്ചു. ആര്? മുഹമ്മദ് റിയാസ്. എന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഷിപ്പ്യാർഡിന്റെയും കണ്ണൂർ നേവൽ അക്കാദമിയുടെയും ചിത്രങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിന് കൊടുത്തു. ഈ ജ്യോതി മൽഹോത്രക്ക് കാശ് കൊടുക്കാൻ യാതൊരു ശ്രമവും പിണറായി ഭരണത്തിനില്ല. പ്രിയപ്പെട്ടവരെ, പിണറായിയും മുഹമ്മദ് റിയാസും ജനദ്രോഹികൾ മാത്രമല്ല, രാജ്യദ്രോഹികളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്? മരുന്ന് വാങ്ങാൻ കാശില്ല, ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങാൻ കാശില്ല എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോൾ ഇവിടെ പാക് ചാരപ്രവൃത്തി നടത്തുന്ന ജ്യോതി മൽഹോത്രക്ക് കാശ് കൊടുക്കാൻ റിയാസിന്റെ പക്കൽ കാശുണ്ട്. റിയാസെ, മരുമകനെ, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, NIA-യുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്നവർ പുറത്തു കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവർ ജനദ്രോഹികൾ മാത്രമല്ല, രാജ്യദ്രോഹികളാണ്. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ചില നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു 100 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീചിത്ര ആശുപത്രിയിൽ ഒരു 120 കോടി രൂപയുടെ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും
ജില്ലാ ആശുപത്രികളിലും പുതിയ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു 100-112 PHCകൾ നല്ല പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇതൊക്കെ സംഭവിച്ചത് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഫലമായിട്ടാണ്. ഏകദേശം ഈ 9 കൊല്ലത്തിനിടയിൽ 7000 കോടി രൂപ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരുന്നില്ല എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് നമ്മുടെ കേന്ദ്ര ബജറ്റ് 34,000 കോടി രൂപയാണെങ്കിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ആരോഗ്യ രംഗത്തെ ബജറ്റ് കൂട്ടിക്കൂട്ടി ഇന്ന് 34,000 കോടിയുടെ സ്ഥാനത്ത് 1,37,000 കോടി രൂപ ആരോഗ്യ രംഗത്തിന് നൽകുന്നു. അതിന്റെ ഫലമായി കേരളത്തിൽ 7,000 കോടി കിട്ടി. നമ്മുടെ ചില ആശുപത്രിയിലൊക്കെ നല്ല കെട്ടിടം വന്നിട്ടുണ്ട്. ഇവിടെ LDFും UDFും ഭരിച്ചു മുടിച്ച് കടക്കടിയിലാക്കി കേരളത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മെഡിക്കൽ സീറ്റ് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 51,000 സീറ്റായിരുന്നു. ഇന്ന് 1,17,000 മെഡിക്കൽ സീറ്റ് ഉണ്ട്. എയിംസ് കേവലം 5-6 എയിംസ് ഉണ്ടായിരുന്നത്, ഇന്ന് 23ഓളം എയിംസ് ആശുപത്രികളുണ്ട്. കേരളത്തിൽ ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്ത് വലിയ മുന്നേറ്റം നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി ദയനീയമാണ്. കേരളത്തിൽ ആശുപത്രിയിൽ മരുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. കാലഹരണപ്പെട്ട മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിന് മുമ്പിലും മെഡിക്കൽ ഷോപ്പുകൾ മാത്രമല്ല, സർജിക്കൽ ഷോപ്പുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ വല്ലാതെ തോതിൽ വർദ്ധിക്കുന്നു. കാരണം ആശുപത്രിയിൽ വന്ന രോഗികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അവർ തന്നെ വാങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. എന്നിട്ടും യാതൊരു ഉളുപ്പില്ലാതെ പറയാണ് ഒന്നാം നമ്പർ എന്ന് പറഞ്ഞിടയ്ക്കാണ്. കേരളത്തെ എല്ലാ മേഖലയിലും ഇവർ തകർത്തിരിക്കുകയാണ്. ഇവർക്കെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇവരുടെ ഭരണം വലിയ ദുസ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ മുമ്പിൽ ഉയർന്ന് നുരഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ മുമ്പിൽ ഈ പിണറായി വിജയന്റെ സർക്കാർ കത്തിച്ചമ്പലാകുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ ചികിത്സക്ക് പോയിരിക്കുകയാണ് സാഹിബിന്റെ നാട്ടിൽ. മിസ്റ്റർ പിണറായി, നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചികിത്സക്ക് പോകാൻ എനിക്ക് സംശയമുണ്ട്. പിണറായിന്റെ ഈ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കൽ മെഡിക്കൽ ടീമിനെ ഉണ്ടാക്കി സൂക്ഷ്മ പരിശോധന നടത്താമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പണ്ട് സോണിയാഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചികിത്സ എന്ന് പറഞ്ഞ് വിദേശത്ത് പോകും. പരിശോധനയില്ലാത്ത ഒരു 25 പെട്ടി കൊണ്ടുപോകുകയായിരുന്നു. മോദി വന്നതിന് ശേഷം ആ മാഡത്തിന്റെ എല്ലാ സൂക്കേടും അങ്ങ് മാറിക്കിട്ടി. ഇപ്പോൾ സോണിയാഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചികിത്സക്ക് എന്ന് പറഞ്ഞ് വിദേശ യാത്ര നടത്താറില്ല. പിണറായി വിജയൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടുന്ന് കിട്ടുന്ന മകളുടെ മാസപ്പടിയെല്ലാം ദുബായിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മലയാളി അറിയും. അതുകൊണ്ട് അങ്ങ് ന്യൂയോർക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. ആ അഴിമതി ഭരണത്തിൽ കേരളത്തിൽ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. ഈ ആരോഗ്യ മേഖലയെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞ പ്രായ ആളുകൾക്കെല്ലാം സൗജന്യ ചികിത്സ കിട്ടുന്നതാണ്. പിണറായി വിജയൻ ആ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടുന്നില്ല. പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രി പോയിട്ട് ചികിത്സിക്കാൻ കഴിയുമായിരുന്നു. അതുകൂടി നൽകാത്ത ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ഈ രാജ്യദ്രോഹിയെ, ഈ ജനദ്രോഹിക്കെതിരെ ഉയർന്നു വരുന്ന ഈ ജനരോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി ബന്ധുക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്, ബോലോ ഭാരത് മാതാ കി.